ഹലോ, എല്ലാവർക്കും സുഖമാണോ? എന്തുണ്ട് വിശേഷം? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ ഏട്ടനും കുഞ്ഞൊക്കെ ഇന്ന് വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചായയൊക്കെ വെച്ചിട്ട് ഏട്ടൻ ഇന്നലെ മാർക്കറ്റിൽ പോയി വന്നപ്പം ഒരു പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇന്ന് സിമ്പിളായിട്ട് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നുറുക്ക് ഗോതമ്പാണ് എടുത്തത്. നുറുക്ക് ഗോതമ്പ് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്യണം. ഒരു 2-3 തവണ വാഷ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ചളിയൊക്കെ ഒന്ന് പോയി കിട്ടും. എന്നിട്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കുക്കറിനകത്ത്, എന്ന് വെച്ചാൽ ഈ നുറുക്ക് ഗോതമ്പിൻ്റെ ഒരു പൊടിക്ക് മുകളിൽ വരെ വെള്ളം വേണം. എന്നിട്ട് ഇത് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട്, ഉപ്പ് കൂടുതലിടരുത്, കാരണം ഇനിയിപ്പം നമ്മൾ കടുക് വറക്കുമ്പോൾ അതിനകത്ത് ഉപ്പ് ചേർക്കുമല്ലോ, അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഞാൻ ഉപ്പൊക്കെ ചേർത്തിട്ട് ഒരു 1.5 വിസിൽ വരുന്നവരെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തു, കാരണം രാവിലെ എന്തായാലും ഞാൻ വേറെ ഒന്നും ഉണ്ടാക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇന്ന് പൈനാപ്പിളും അതുപോലെ നുറുക്ക് ഗോതമ്പിൻ്റെ ഉപ്മാവുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഉപ്മാവിൻ്റെ നുറുക്ക് ഗോതമ്പൊക്കെ കുക്കറിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുക് വറക്കണം. കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടുക്, അതുപോലെ വെളിച്ചെണ്ണ, പിന്നെ പച്ചമുളക്, ഉള്ളി, അതുപോലെ വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളെ വേണ്ടുള്ളൂ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉപ്മാവ് റെഡിയാക്കി എടുക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്മാവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. പിന്നെ ബാക്കിയുള്ള പൈനാപ്പിൾ എടുത്തിട്ട് കുറച്ച് ഉപ്പും മുളകും തിരുമ്പിയിട്ട് അങ്ങനെയും കുറച്ചാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും അതുപോലെ ക്യാരറ്റും അതുപോലെ ബീൻസുമാണ് എടുത്തത്. പിന്നെ ഞാൻ ചോറല്ല അന്ന് വയ്ക്കുന്നത്, ഇന്ന് കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നുറുങ്ങലരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ബീൻസ് അരിയാണ്ട് അതും കൂടെ പെട്ടെന്ന് അരിഞ്ഞിട്ട് ഇനി ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പേരിയൊക്കെ വെന്ത് വരാനായി. ഇനി കഞ്ഞിയും കൂടെ ഒന്ന് പെട്ടെന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പരിപാടി കഴിയും. അപ്പോൾ ഞാൻ ഉപ്പേരിക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ കഞ്ഞി വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുളിക്കാനൊക്കെ ഒന്ന് വെള്ളം വെക്കണം. അപ്പോൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റോഡ് വെച്ചിട്ടാണ് വെള്ളം തിളപ്പിക്കുക, കറണ്ടിൽ കുത്തിയിട്ട്. നല്ലപോലെ കറണ്ട് ചാർജൊക്കെ ആവും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ തണുപ്പായത് കാരണം ഇങ്ങനെയൊക്കെ ചെയ്തല്ലേ പറ്റൂ. പിന്നെ മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇന്ന് നമ്മുടെ ബെഡ്റൂമിൻ്റെ ജനലൊക്കെ തുറന്നിട്ടിരിക്കുകയാണ്. കുറച്ച് വെൻറ്റിലേഷനൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. കുറേ മാസമായി നമ്മൾ ജനലൊക്കെ അടച്ചിട്ടിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്നിട്ടു. ഞാൻ ഡയറക്റ്റായിട്ട് ചെയ്യുന്ന വീഡിയോസ് എടുക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല, മീൻസ് എൻ്റെ സെൽഫി സ്റ്റിക്ക് കേടുവന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിന്ന് ഞായറാഴ്ച ചെയ്ത് കാരണം അത് മേടിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് രാവിലെ എണീച്ചാൽ പെട്ടെന്ന് പണികളൊക്കെ ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ സെൽഫി സ്റ്റിക്ക് ഇല്ലാണ്ട് നമുക്ക് വീഡിയോസൊക്കെ എടുക്കില്ല വെച്ച് കഴിഞ്ഞാൽ പാടല്ലേ. കാരണം കൈ കൊണ്ടെടുക്കുമ്പം ഷെയ്ക്കാകും എല്ലാം ചെയ്യും വീഡിയോസ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് എന്തായാലും ഒന്ന് പോകുമ്പം ഒരു സെൽഫി സ്റ്റിക്ക് മേടിക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ, നല്ലൊരു സെൽഫി സ്റ്റിക്ക് കിട്ടുവാണെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ എൻ്റെ ചെടികളൊക്കെ വാടിപ്പോയി. ഇവിടുത്തെ തണുപ്പ് കാരണം ഒന്നും നേരെ അവച്ച് വരുന്നില്ല. ഇലകളും എല്ലാം ഒരുമാതിരി പുഴുകടിച്ച പോലെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ പണികളൊക്കെ ഞാനത് പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണ്. ഡ്രസ്സൊക്കെ അലക്കിയിട്ടു. പിന്നെ കുറേ ചവിട്ടിയൊക്കെ കഴുകാണ്ടായിരുന്നു, അതൊക്കെ കഴുകി. പിന്നെ അടിക്കലും തുടയ്ക്കലും എല്ലാം ഉണ്ടായിരുന്നു, അതൊക്കെ പെട്ടെന്ന് ചെയ്ത് ഞങ്ങൾ റെഡിയായി. പിന്നെ പുറത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണേ. പിന്നെ കമൻറ്റ് ചെയ്യുക, വീഡിയോസിന് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടമുണ്ടെന്നും, പക്ഷേ എന്നാലും ഞാൻ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.